ഹായ്, വെൽക്കം ടു ഹാലൂസ് ഫാമിലി. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഇടിയിറച്ചിയാണ്. അപ്പോൾ ഇടിയിറച്ചി സാധാരണ തയ്യാറാക്കുന്ന പോലെ അല്ല ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഉടായിപ്പ് ഇടിയിറച്ചിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം, പോത്തിറച്ചി വെച്ചിട്ടാണ് ഇടിയിറച്ചി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. ഇടിയിറച്ചി ഉണ്ടാക്കുന്നതിലേക്കായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും എടുത്തു. പിന്നെ നമ്മൾ അച്ചാറിടാനൊക്കെ അരിഞ്ഞെടുക്കുന്നത് പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരല്പം പച്ചമുളക്, അതായത് ഒരു 4-5 പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 സവാള അതിലേക്ക് വറുത്ത് കോരിയെടുക്കാം. ആ എണ്ണയിലേക്ക്, എണ്ണ നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണയിലേക്ക് നമുക്ക് സവാള വറുത്ത് കോരിയെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സവാള നല്ലവണ്ണം വറുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് വറുത്തെടുക്കാം. പച്ചമുളക് ഇടുമ്പോൾ സൂക്ഷിക്കുക, കുറച്ച് പൊട്ടിത്തെറിക്കും. അതൊന്ന് നല്ലവണ്ണം വറുത്ത് കളറൊക്കെ മാറി വരുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വറുത്തൊന്നും പകുതി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ ഇതെല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഒരല്പം മസാല പുരട്ടി വെച്ചിരിക്കുന്ന പോത്തിറച്ചി എടുത്ത് നമുക്കിതിലേക്ക് പൊരിച്ചെടുക്കാം. പോത്തിറച്ചി ഇതിനകത്ത് ചെറുതായിട്ടല്ല, ഇച്ചിരി ഒന്ന് ഹാർഡായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചതിന് ശേഷം നമ്മളിത് മിക്സിയിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കും. ക്രഷ് ചെയ്തിട്ട് ആണ് നമുക്ക് ഇടിയിറച്ചിയിലേക്ക് മിക്സ് ചെയ്യുന്നത്. ഈ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ഉരുളി അടുപ്പത്തോട്ട് വയ്ക്കാം. ഉരുളിയിലേക്ക് ആദ്യം മല്ലിപ്പൊടി ഇട്ടൊന്ന് ചൂടാക്കുക, പിന്നെ അതിന് ശേഷം മുളക് പൊടി ഇട്ടൊന്ന് ചൂടാക്കുക. അതിന് ശേഷം ബാക്കിയുള്ള മസാലകളെല്ലാം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇറച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം ഇറച്ചിയിലേക്ക് പിന്നെ ആ ഇറച്ചിയും ഈ മസാലകളും എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആവണം. എന്നിട്ട് ഈ വറുവലെല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇടികല്ലും കൊണ്ട് നല്ലവണ്ണം ഇടിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കറിവേപ്പില ചേർക്കാൻ മറന്നതുകൊണ്ട് ലാസ്റ്റാണ് കറിവേപ്പില ചേർക്കുന്നത്. കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്തിട്ട് താഴോട്ട് വെച്ചിട്ട് നല്ലവണ്ണം ഇടിച്ചെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള, ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതിന് ശേഷം നല്ല വണ്ണം മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇടിയിറച്ചിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്കിത് കുപ്പിയിലടച്ച് സൂക്ഷിക്കാവുന്നതാണ്. കുറച്ച് ദിവസം നമുക്കത് വെളിയിൽ വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.